السلام عليكم ورحمة الله وبركاته. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മനീർ അഹ്മദ് അസീം അയ്യദുല്ലാഹു തആല ബിൻ നസീസ് നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളിൽ മനുഷ്യരിൽ കപടവിശ്വാസികളായ ആളുകളെ സംബന്ധിച്ച് വ്യക്തമായ ഒരു ചിത്രീകരണം നമുക്ക് നൽകുകയാണ്. ഇതൊക്കെ ആത്മപരിശോധന നടത്തി നോക്കുന്നതിന് വേണ്ടി അല്ലാഹു തആല മനുഷ്യർക്ക് നൽകുന്ന വലിയ പാഠങ്ങളാണ്. ഹസ്രത്ത് ഖലീഫത്തുള്ള പറയുന്നു, when the hypocrites in the times of the holy prophets, peace be upon him, പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലെ കപടവിശ്വാസികൾ മാനിഫെസ്റ്റഡ് their displeasure, അവർ അവരുടെ അതൃപ്തി പ്രകടമാക്കി, വെളിച്ചത്താക്കി, അറ്റ് ദ കമാൻഡ് ടു സ്പെൻഡ് ഇൻ ദ പാത്ത് ഓഫ് അല്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുവാൻ അവരോട് കൽപ്പിച്ചപ്പോൾ അപ്പോഴാണ് അവർ അവരുടെ തനിനിറം പുറത്ത് കാണിച്ചത്, അവരുടെ അതൃപ്തി പുറത്ത് കാണിച്ചത്. ആൻഡ് ബൈ ബ്ലെയിമിങ് അല്ലാഹ്, അതിലൂടെ അവർ അള്ളാഹുവിനെ ആക്ഷേപിക്കുകയാണ് ചെയ്തത്. ഇൻ സച്ച് എ ഫെറോഷ്യസ് വേ, വളരെ ക്രോധമുണ്ടാക്കുന്ന നിലയിൽ ആയിരുന്നു അവരുടെ ആക്ഷേപം. Therefore, like indicated in the verse 178, 178 വചനത്തിൽ പറഞ്ഞതുപോലെ, സൂചിപ്പിച്ചതുപോലെ, they have traded belief for unbelief. അവർ ഒരു കച്ചവടം നടത്തിയത് വിശ്വാസത്തിന് പകരം അവിശ്വാസത്തെയാണ് അവർ നൽകിയത്. അവർ വിശ്വസിച്ചവരാണ് എന്ന് കരുതി, പക്ഷേ സംഗതി അവരെ പരീക്ഷിച്ചപ്പോൾ അവരുടെ യഥാർത്ഥ നിറം, അവരുടെ യഥാർത്ഥ അവിശ്വാസം പുറത്തു വന്നു. ഇറ്റ് ഈസ് ഇന്നെവിറ്റബിൾ, ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്, ദാറ്റ് അല്ലാഹ് ഷാൽ കീപ് എ റെക്കോർഡ്, അല്ലാഹു തആല ഇതിൻ്റെയൊക്കെ ഒരു രേഖ സൂക്ഷിക്കുന്നതാണ്. ഓഫ് ഓൾ ദെയർ ഹേറ്റഡ്സ്, അവർ കാട്ടിക്കൂട്ടിയ ഈ എല്ലാ ശത്രുതാ സംബന്ധമായും, ആൻഡ് വെനോമസ് അക്യുസേഷൻസ്, ക്രോധമുളവാക്കുന്ന അധിക്ഷേപങ്ങൾ. ആളുകളെ പല രീതിയിൽ ആക്ഷേപിക്കാം. അതിൽ വളരെ ക്രോധമുണ്ടാക്കുന്ന, കോപമുണ്ടാക്കുന്ന, വെറുപ്പുണ്ടാക്കുന്ന നിലയിലുള്ള വളരെ വലിയ ആക്ഷേപങ്ങളും നടത്താവുന്നതാണ്. അങ്ങനെ ഇവർ നടത്തിയ ഈ ആക്ഷേപം വളരെ ക്രോധമുളവാക്കുന്ന അധിക്ഷേപങ്ങളായിരുന്നു. വെനോമസ് അക്യുസേഷൻസ് അഗൻസ്റ്റ് ഹിം ആൻഡ് ഹിസ് പ്രോഫറ്റ്, അള്ളാഹുവിനെതിരായും അള്ളാഹുവിൻ്റെ പ്രവാചകനെതിരായും അവർ നടത്തിയ ഈ ആക്ഷേപങ്ങൾ
വളരെ വലിയ ക്രോധം ഉളവാക്കുന്നതായിരുന്നു. ആൻഡ് ടേൺ ദീസ് അക്യൂസേഷൻസ്, ഈ അധിക്ഷേപങ്ങളൊക്കെ തിരിക്കപ്പെട്ടു എഗൻസ്റ്റ് ദംസെൽവ്സ്, അവർക്കെതിരിൽ തന്നെ. ആരുടെ മേൽ അധിക്ഷേപങ്ങൾ ചൊരിഞ്ഞുവോ ആ ചൊരിഞ്ഞ ആളുകളിലേക്ക് തന്നെ ആ അധിക്ഷേപങ്ങൾ മടക്കപ്പെട്ടു എന്നുള്ളതാണ്. ഇൻഡീഡ് ദേ തിങ്ക് ഓഫ് ദംസെൽവ്സ്, തീർച്ചയായും അവർ അവരെപ്പറ്റി ചിന്തിക്കുന്നത് ആസ് റിച്ച്, അവർ പണമുള്ളവരാണ്, അവർ കഴിവുള്ളവരാണ്, അവർ ഭൗതിക സമൃദ്ധിയുള്ളവരാണ് എന്നാണ് അവർ ധരിക്കുന്നത്. വെൻ ഇൻ ഫാക്ട്, എന്നാൽ വസ്തുതകൾ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ദേ ആർ വെരി പുവർ, അവർ വളരെ വളരെ സാധുക്കളാണ്, ഒന്നുമില്ലാത്തവരാണ് എന്ന് അറിയാൻ പറ്റും. അത് എങ്ങനെയാണ്? ദെയർ ഹേർട്ട്സ് ആർ പുവറർ, അവരുടെ ഹൃദയങ്ങൾ അങ്ങ് ചുരുങ്ങിപ്പോയി. അങ്ങനെ അതങ്ങ് സാധുക്കളിൽ സാധുക്കളായിപ്പോയി. ദെയർ ഹേർട്ട്സ് ആർ പുവറർ ദാൻ എവർ വെൻ ദേ ലേബിൾഡ് സച്ച് ആൻ അക്യൂസേഷൻ ഓൺ അല്ലാഹ്. അള്ളാഹുവിൻ്റെ മേൽ ഇത്തരം ഒരു ആക്ഷേപം ചൊരിഞ്ഞതോടെ അവരുടെ ഹൃദയങ്ങൾ അങ്ങ് ചുരുങ്ങിപ്പോയി. അള്ളാഹുവിന് കാശൊന്നും ഇല്ലാത്ത ആളാണ്, ഞങ്ങൾക്കാണ് കാശുള്ളത് എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചപ്പോൾ അവരുടെ ഹൃദയങ്ങളാണ് ചുരുങ്ങിപ്പോയത്. മോറോവർ ആർ ദേ സേഫ്, അത് മാത്രമല്ല അവർ സുരക്ഷിതരാണോ? ആൻഡ് ഷുവർ ആഫ്റ്റർ വോസിഫറേറ്റിംഗ് സച്ച് വേഴ്സ്, ഈ അലറി വിളിച്ചുകൊണ്ടുള്ള ഈ തോന്നിവാസങ്ങൾ പറയുന്ന ഈ ആളുകൾ അവർ സുരക്ഷിതരാണ്, അവരുടെ പണവും അവരുടെ സൗഭാഗ്യങ്ങളുമായി അവർ സുരക്ഷിതരായി അവരുടെ വീടുകളിൽ അവർ കഴിയും എന്ന് അവർ കരുതുന്നുണ്ടോ? That Allah shall not render them helpless by denigrating them and making them lose all the riches they used to boast about. ഏതൊരു ധനം ഉപയോഗിച്ചുകൊണ്ട്, ഏതൊരു സമൃദ്ധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, ഏതൊരു സമ്പൽ സമൃദ്ധി അവർ ഭൗതിക ലോകത്ത് കാണിച്ചുകൊണ്ട് ഈ വീമ്പുകൾ മുഴക്കിയോ, ടു ബോസ്റ്റ് അബൌട്ട്, ആത്മപ്രശംസ നടത്തിയോ, അത് തന്നെ അവരെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് കഴിവ് കെട്ടവരാണ് എന്ന നിലയിൽ അവരെ ഇഹലോകത്ത് വെച്ച് തന്നെ അവരെ തരം താഴ്ത്തുന്ന നിലയിലേക്ക് അവരെ കൊണ്ടെത്തിക്കുന്നതാണ്. ദ സ്പെൻഡിങ് ഇൻ ദ പാത്ത് ഓഫ് അല്ലാഹ്, അങ്ങനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുക എന്ന് പറയുന്നത് ഈസ് ഫോർ ദ ഓൺ ഗുഡ്സ് ഓഫ് സമൺ. ആരാണോ അത് ചെലവഴിക്കുന്നത് അത് അവരുടെ തന്നെ നന്മയ്ക്ക് വേണ്ടിയാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ചെലവഴിക്കുന്ന വ്യക്തി അവൻ്റെ തന്നെ നന്മയ്ക്ക് വേണ്ടിയാണ് അത് ചെയ്യുന്നത്. എസ്പെഷ്യലി ഫോർ ദ ബിലീവേഴ്സ് സ്പിരിച്വൽ എൻഹാൻസ്മെൻറ്റ്സ്, അവരുടെ ആത്മീയമായ ഉയർച്ചയാണ് അതിലൂടെ അവർക്ക് ലഭ്യമാകുന്നത്. ബോത്ത് ഇൻ ദിസ് വേൾഡ് ആൻഡ് ഇൻ ദ നെക്സ്റ്റ്, ഈ ലോകത്തും നാളെ പരലോകത്തും അവരുടെ ആത്മീയ പദവി ഉയരുന്നതാണ്. ഇറ്റ് ഈസ് നെയ്തർ എ കേഴ്സ് നോർ ആൻ ഇൻഡിക്കേഷൻ ഓഫ് ദ പുവർ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ് ഓഫ് അല്ലാഹ്. ഇതൊരു ശാപമല്ല, ഇതൊരു സൂചനയല്ല. അള്ളാഹുവിൻ്റെ അവസ്ഥ, അവൻ്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണ് എന്നുള്ളതിൻ്റെ ഒന്നും ഒരു തെളിവുമല്ല ഇതൊന്നും. ഇൻഡീഡ് വെന്നെവർ അല്ലാഹ് സെൻസ് ഹിസ് പ്രോഫറ്റ്സ്, എപ്പോഴൊക്കെ അല്ലാഹു തആല അവൻ്റെ ദൂതന്മാരെ നിയോഗിക്കുന്നുവോ അഥവാ ഒരു ദൂതനെ നിയോഗിക്കുന്നുവോ, ദ പീപ്പിൾ മോക്ക് ഹിം, ജനങ്ങൾ ഈ അപ്രകാരം വരുന്ന ആളിനെ പരിഹസിക്കും. ആൻഡ് ദ റിലീജിയൻ ഓഫ് അല്ലാഹ്, മോക്ക് ഹിം ആൻഡ് ദ റിലീജിയൻ ഓഫ്, അള്ളാഹുവിൻ്റെ മതത്തെയും അള്ളാഹുവിൻ്റെ ദീനിനെയും അവർ ആക്ഷേപിക്കും. ഈ വിടുന്ന ആളിനെയും ആക്ഷേപിക്കും, ആ ദീനിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങളെയും ആക്ഷേപിക്കും. ഇൻഡീഡ് സച്ച് ആർ ദ കേസസ് ഓഫ് ദ പ്രോഫറ്റ്സ്, ഇതാണ് പ്രവാചകന്മാർ അഭിമുഖീകരിക്കേണ്ടി വരുന്ന കാര്യങ്ങൾ. ആഫ്റ്റർ ദ അഡ്വൻറ്റ് ഓഫ് ദ ഹോളി പ്രോഫറ്റ് ഓഫ് ഇസ്ലാം, ഇത് തന്നെ
ഇസ്ലാമിൻ്റെ പരിശുദ്ധ പ്രവാചകൻ്റെ വരവിന് ശേഷവും സംഭവിച്ചത് ഇത് തന്നെയാണ്. അവർ ആക്ഷേപം ചൊരിഞ്ഞു, അവർ മോശപ്പെടുത്തി. അപ്പോൾ ഏതൊരു പ്രവാചകനെ ഭൂമിയിലേക്ക് നിയോഗിക്കുന്നുവോ അപ്പോഴൊക്കെ ഇത്തരത്തിലുള്ള ആളുകളെ തിരിച്ചറിയുന്നതിനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും അവരുടെ അവസ്ഥകൾ ക്ലിയറാക്കുകയും ചെയ്യുന്ന ഒരു നടപടിക്രമം അല്ലാഹുവിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. അപ്രകാരം നടത്തുമ്പോൾ നമ്മൾ എവിടെ പെട്ടുപോകുന്നു എന്ന് നമ്മൾ ജാഗ്രതയുള്ളവരായിരിക്കണം. മുൻകാലങ്ങളിൽ ഇങ്ങനെ പെട്ടുപോയവരുടെ സംഭവങ്ങൾ, ചരിത്രങ്ങൾ നമ്മുടെ മുമ്പാകെ അനാവരണം ചെയ്യപ്പെടുകയാണ്. വെന്നെവർ അല്ലാഹ് ഷാൽ റേസ് ഹിസ് വൈസ്ജറൻറ്റ്, എപ്പോഴൊക്കെ അല്ലാഹു തആല തൻ്റെ പ്രതിനിധിയെ ഉയർത്തുന്നുവോ, നിയോഗിക്കുന്നുവോ, ദ പീപ്പിൾ ഷാൽ മോക്ക് അറ്റ് ദ ഇനിഷ്യലി പുവർ സ്റ്റേറ്റ് ഓഫ് ദ കോൺഗ്രിഗേഷൻ ഓഫ് ബിലീവേഴ്സ്. വിശ്വാസികളുടെ സംഘം അപ്പോൾ വളരെ പാവപ്പെട്ടവരോ അല്ലെങ്കിൽ കഴിവില്ലാത്തവരോ അവരുടെ ദൃഷ്ടിയിൽ വളരെ മോശപ്പെട്ടവരായ ആളുകളോ ആയിരിക്കാം. അങ്ങനെ അവർ പരിഹസിക്കാൻ തുടങ്ങും. ഓ, ഇയാൾക്കുള്ള കൂടെ കൂടിയിരിക്കുന്ന ഈ ആളുകളാണോ എന്ന നിലയിൽ. ബട്ട് ലേറ്റർ ഓൺ, എന്നാൽ പിന്നീട് ദേ ഷാൽ ബി ഡംഫൗണ്ടഡ്, അവർ അന്ധാളിച്ചു പോകുന്ന ഒരവസ്ഥ ഉണ്ടാകും. പിന്നീട് കാലം മുന്നോട്ട് പോകുമ്പോൾ ഈ നിഷേധിച്ചവരും തള്ളിപ്പറഞ്ഞവരുമായ ആളുകൾ അന്ധാളിച്ചു പോകുന്ന, അല്ലെങ്കിൽ മൂകമായി പോകുന്ന, നിശബ്ദമായി പോകുന്ന ഒരവസ്ഥാവിശേഷം. ആസ് ടു ദ റാപ്പിഡ് പ്രോഗ്രസ് ഓഫ് ദ സിൻസിയർ സെർവൻസ് ഓഫ് അല്ലാഹ്, അള്ളാഹുവിൻ്റെ നിഷ്കളങ്കരായ ദാസന്മാരുടെ അത്യഭൂതപൂർവമായ ഈ ഉയർച്ച, വളർച്ച, പ്രോഗ്രസ് അവർ കാണുമ്പോൾ അവർ അന്ധാളിച്ചു പോകും, അവർ നിശബ്ദരായി പോകും. ഒന്നിനും കൊള്ളാത്ത ആളുകൾ എന്ന് പറയപ്പെട്ടിരുന്ന ഈ ആളുകളുടെ അഭൂതപൂർവമായ വളർച്ച കാണുമ്പോൾ അവർ അത്ഭുതപരിതന്ത്രരായിപ്പോകും. അപ്പോൾ നമുക്ക് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കുക എന്ന് പറയുമ്പോൾ അത് നമ്മുടെ തന്നെ ഉയർച്ചയ്ക്ക് പര്യാപ്തമായ നിലയിലുള്ള പ്രവൃത്തി ചെയ്യുക എന്നാണ് അതിൻ്റെ അർത്ഥം. അത് മനസ്സിലാക്കി അകമഴിഞ്ഞ് നമ്മൾ അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് ഉത്തരം നൽകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള സിൻസിയർ സെർവൻസ് ഓഫ് അല്ലാഹ്, അള്ളാഹുവിൻ്റെ നിഷ്കളങ്കരായ ദാസന്മാരെ ടു ദ റാപ്പിഡ് പ്രോഗ്രസ്, അവർക്ക് ക്രമാനുഗതമായ വളരെ വലിയ, വളരെ വേഗത്തിലുള്ള പുരോഗതി ദർശിക്കുവാൻ കഴിയും. നമുക്കപ്രകാരമുള്ള പുരോഗതി ലഭ്യമാകുന്നില്ല എങ്കിൽ ആത്മീയ പാതയിൽ നമ്മൾ പുറകോട്ട് പോയി എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. സമാധാനപൂർണമായ, ശാന്തിപൂർണമായ, ഒരൈശ്വര്യപൂർണമായ പുരോഗതി നമ്മളിലേക്ക് വന്നെത്തുന്നതിനായി അല്ലാഹു തആല കൽപ്പിച്ച കൽപ്പനകൾക്കനുസൃതമായിട്ടുള്ള ഒരു ജീവിതക്രമം നയിക്കുവാനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഇതിൻ്റെ ബാക്കി വിശദീകരണങ്ങളായി അല്ലാഹു തആല തൗഫീഖ് ചെയ്താൽ നാളത്തെ പ്രഭാതത്തിൽ നമുക്ക് വീണ്ടും കാണാവുന്നതാണ്. ജസാക്കുമുല്ലാഹു അഹ്സനൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.